where the sun rises, even to the place it goes down, we're giving you praise, giving you praise. From sun-kissed islands, and even where the cold wind blows, we're giving you praise, giving you praise. Even in the night when the sun goes down, we're giving you praise, giving you praise. Passing it along as the world goes round, we're Giving you praise. We're lifting our faces, looking at the one we all love. We're giving you praise, giving you praise. All colors and races, joining with the angels above. We're giving you praise, giving you praise. even in the night when the sun goes down, we're giving you praise, Giving you praise, passing it along as the world goes round, we're giving you praise. From where the sun rises, even to the place it goes down, we're giving you praise, giving you praise. From sun-kissed islands, and even where the cold wind blows, we're giving you praise, giving you praise. We're giving you praise, giving you praise. We're giving you praise, giving you praise. തളർന്നു പോകാതെ ഓടുവാനും ക്ഷീണിച്ചു പോകാതെ നടക്കുവാനും തക്കവണ്ണം ദൈവമായ കർത്താവ് തന്റെ കൃപയിൽ നമ്മെ വിളിച്ചിരിക്കുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചു. എന്നാൽ ഇറങ്ങി വന്നവനായ അബ്രഹാമിനെ കണ്ടിട്ട് ലോത്ത് ഇറങ്ങി. മനുഷ്യനെ നോക്കി നടന്ന ലോത്ത് വലഞ്ഞുപോയി. എന്നാൽ ദൈവ ശബ്ദം കേട്ടവൻ ഒരിക്കലും വലയുന്നില്ല, അവൻ നന്നാകുന്നതേ ഉള്ളൂ. ദൈവശബ്ദം കേട്ട് ഇറങ്ങിയതായ പത്രോസ് വെള്ളത്തിന് മുകളിൽ നടന്നു. ജയത്തിന്റെ യാത്ര ദൈവം നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് പകൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നു, ദൈവത്താലുള്ളതായ ചില സഹയാത്രികരും നമ്മോട് കൂടെ ഉണ്ട്. ടോർച്ചോട്ടത്ത് കുടുംബം സഹയാത്രികർ എന്ന ഈ പ്രത്യേക എപ്പിസോഡിൽ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ബന്ധങ്ങളുടെ ഒരു സമാഹാരമത്രേ ദൈവത്തിന്റെ രാജ്യം. പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ് ഒരു ദൈവമാണെങ്കിലും 3 വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നു. വേദപുസ്തകം ഒരു ബന്ധത്തിന്റെ പുസ്തകം അത്രേ. 6 ദിവസം ദൈവം മനുഷ്യന് സകലതും നന്നായി സൃഷ്ടിച്ചു കൊടുത്തു. 6 ദിവസത്തിലുള്ള ഓരോ സൃഷ്ടിയെ കണ്ടിട്ട് ദൈവം പറഞ്ഞു, സകലതും നന്നായിരിക്കുന്നു. 1, 2, 3, 4, 5 എല്ലാ ദിവസങ്ങളിലും സകല സൃഷ്ടിയും നന്നായിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം ദൈവം നന്നല്ല എന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ ഗാഢനിദ്ര വരുത്തി ഒരു ഹവ്വയെ കൊടുത്തു. അവിടെ മുതൽ ബന്ധം ആരംഭിക്കുകയാണ്. ബന്ധങ്ങൾ ഇല്ലാതെ, വ്യക്തിബന്ധങ്ങൾ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തിൽ എത്തുവാൻ ഗുണം കഴിയത്തേ ഇല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബന്ധങ്ങളെ സ്ഥാപിച്ചവനായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനും ഉണ്ടായിരുന്നു ബന്ധങ്ങൾ. എന്നാൽ വിവേചനത്തിന് കർത്താവ് യേശു കാട്ടിൽ കിടക്കുന്നവനെ വീട്ടിൽ കൊണ്ടുവന്നതേ ഇല്ല. കാരണം കാട്ടിൽ കിടക്കുന്നതിനെ വീട്ടിൽ കൊണ്ടുവന്നാൽ മറക്കരുത്, അവസാനം വീട് കാടായി പോകും. കർത്താവ് യേശു നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്തി. 2 ലായനികൾ കെമിക്കൽ ലാബിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ഒന്ന് ഷുഗർ കെയിൻ മിക്സർ. ഷുഗർ കെയിൻ മിക്സർ നമുക്കറിയാം, പഞ്ചസാര ലായനി ഭയങ്കര മധുരമാണ്. എന്നാൽ അതേപോലെ തന്നെ കണ്ടാൽ എക്സാക്ട്ലി അതേപോലെ ഇരിക്കുന്നതായ ഒരു ലായനിയുണ്ട്. അതിന്റെ പേരത്രേ സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് അത് മധുരമല്ല, കവർപ്പും പുളിയും എരിവും ഒക്കെ. അത് കഴിച്ചാൽ തന്നെ
വയറ് കത്തിപ്പോകുന്നത് പോലെ ഇരിക്കും. രണ്ട് കണ്ടാൽ ഒരേപോലെ ഇരിക്കും. ഇന്ന് ദൈവസഭയിലും ഇത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ക്രൈസ്തവ മണ്ഡലത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്. പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റിനെ മാത്രം കണ്ട് എല്ലാവരും കള്ളന്മാരാ എന്ന് പറയുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിൽ കുറവില്ല. എന്നാൽ സഹോദരങ്ങളെ കേൾക്കുക, 100 രൂപയ്ക്കും 500 രൂപയ്ക്കും കള്ളനോട്ട് കണ്ടേക്കാം. എന്നാൽ 200 രൂപയ്ക്കും 300 രൂപയ്ക്കും 400 രൂപയ്ക്കും കള്ളനോട്ട് ഇല്ല. എന്തുകൊണ്ടാണ് 200 രൂപയുടെയും 300 രൂപയുടെയും 400 രൂപയുടെയും കള്ളനോട്ട് ഇറങ്ങാത്തത്? കാരണം 200ന്റെയും 300ന്റെയും 400ന്റെയും സത്യനോട്ട് ഇല്ല. അതുകൊണ്ട് കള്ളനോട്ട് ഇല്ലേ ഇല്ല. യേശു അതെ ഒരു യൂതയെ പോലും കൊണ്ട് നടന്നപ്പോൾ അത് കർത്താവിന് അബദ്ധം പറ്റിയത് അല്ല. സമുദ്രത്തിന് ആഴത്തിൽ കിടന്നതായ, മത്സ്യത്തിന്റെ വായിൽ ഇരുന്നതായ ചതുദ്രഹ്മ പണത്തെ കർത്താവിനെ കാണുവാൻ കഴിഞ്ഞു. വെള്ളത്തിന് അടിത്തട്ടിൽ കിടന്നതായ ആ മത്സ്യത്തിന്റെ വായിലിരുന്ന നാണയത്തെ കാണുവാൻ കഴിഞ്ഞ കർത്താവിന് കരയിൽ തന്നോട് കൂടെ നിഴൽ പോലെ നടന്നതായ യൂദയുടെ ഇംഗിതത്തെയും അവന്റെ ഉദ്ദേശത്തെയും വളരെ കൃത്യമായി യേശു അറിഞ്ഞു. എങ്കിലും കർത്താവിനെ തള്ളിക്കളഞ്ഞതേയില്ല. അതുപോലും ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു പാക്കേജ് ആയിരുന്നു. എന്നാൽ ദുഷ്ടബന്ധങ്ങൾക്ക് നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. അതേ സമയത്ത് നല്ല ബന്ധങ്ങൾ നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. 2 അത് വേദഭാഗങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ നിങ്ങൾക്ക് സഹയാത്രികരായി തീരുന്നതായ 2 പ്രത്യേക സംഭവങ്ങൾ. അതത്രേ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആ 3 പേർക്ക് ഞാൻ ഇപ്രകാരം അതെ പേര് കൊടുക്കുന്നു. ദേ ആർ ദ കോർ ഗ്രൂപ്പ് പീപ്പിൾ ഓഫ് ലോർഡ് ജീസസ്. യേശു കർത്താവിന്റെ കൂടെ നിൽക്കുന്ന ഒരു കോർ ഗ്രൂപ്പ് അത്രേ. ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും കൂറുള്ളവരത്രേ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. നിങ്ങൾ ചോദിക്കാം, ബ്രദർ സുരേഷ് ബാബു, എപ്രകാരമാണ് അതെ ഇങ്ങനെ ജനത്തെ നമുക്ക് ഐറ്റം ബൈ ഐറ്റമായി തിരിപ്പാൻ കേൾക്കുവാൻ കഴിയുന്നത്? മുഖപക്ഷം ഇല്ലാത്തവനായ യേശു ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ അവന്റെ പിന്നാലെ വലിയൊരു പുരുഷാരം കടന്നുപോയി. ഹോശന്ന പാടി, അപ്പം തിന്ന്, അത്ഭുതം കണ്ട് വലിയൊരു പുരുഷാരം യേശുവിന്റെ പിന്നാലെ പോയി. ആ വലിയ പുരുഷാരത്തിൽ നിന്ന് കർത്താവ് യേശു ഒരു 120 പേരെ മാളിക മുറിക്കായി കണ്ടിരുന്നു. അവർക്ക് എന്തോ ഉണ്ടായിരുന്നു? അവർക്ക് ആത്മാവ് ഉണ്ടായിരുന്നു. ആ 120 പേരിൽ നിന്ന് പിന്നെ ഒരു 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്തിരുന്നു. ആ 70 പേർക്ക് എന്തോ ഉണ്ടായിരുന്നു? ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ അവർക്ക് ശക്തിയും അധികാരവും ഉണ്ടായിരുന്നു. പിന്നെ ഒരു 12 പേര് ഉണ്ടായിരുന്നു. അതെ, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 63 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കൂടെ അവർക്ക് ഉണ്ടായിരുന്നു. ആ 12 പേരിൽ നിന്ന് 3 പേരെ അത്രേ കർത്താവ് യേശു തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ കോമൺ ആയിട്ട് 120 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. കർത്താവ് പൊതുവായി തിരഞ്ഞെടുത്തതായ ആ 120 പേരുണ്ട്. ആ 120 പേരെ നമുക്ക് പറയാം, അവർ പൊതുവായ അതേ കൂട്ടുകാർ അത്രേ. ദൈവസഭയിൽ പൊതുവായ ശത്രുക്കളല്ല, പ്രത്യുത ദൈവസഭയിൽ പൊതുവായ കൂട്ടുകാരുണ്ട്. അതിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത ഒരു 70 പേർ. ആ 70 പേരത്രേ കോമ്പൗണ്ട് ഫ്രണ്ട്സ് എന്ന് നമ്മളെ സൂക്ഷിക്കുന്ന, എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കോമ്പൗണ്ട് ഫ്രണ്ട്സ്, ഒരു 70 പേർ. ആ 70 പേരിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത 12 പേർ, ദേ ആർ ദ ക്ലോസ് ഫ്രണ്ട്സ്. അവരത്രേ കൂടെ നിൽക്കുന്നതായ ക്ലോസ് ഫ്രണ്ട്സ്. എന്നാൽ ആ ക്ലോസ് ഫ്രണ്ട്സിൽ നിന്ന് 12 പേരിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത ഒരു 3 പേർ ഉണ്ട്, കോർ ഫ്രണ്ട്സ്. ഓ, നിങ്ങളുടെ സഹയാത്രികരായി എന്നും നിങ്ങളോട് കൂടെ ഇരിപ്പാൻ ഉറ്റ മിത്രങ്ങളായിരിക്കുന്ന 3 പേർ. ഈ യാത്ര സഫലമായി തീരുവാൻ, ദൈവകൃപയിൽ ശുഭതയിൽ എത്തിച്ചേരുവാൻ, നിങ്ങൾ ജയിപ്പാൻ തക്കോണം നിങ്ങൾക്ക് സഹയാത്രികരായിരിക്കുന്ന 3 പേർ ഏറ്റവും കുറഞ്ഞത് ആവശ്യമത്രേ. അവർ എവിടെയാണ് വെളിപ്പെടുന്നത്? കേൾക്കുക. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായി തീർന്നു. കർത്താവ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയുടെ ഉത്തുംഗ ശൃംഗത്തിൽ യേശു കർത്താവ് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ മറുരൂപ മലയിലേക്ക് ഇതാ കൂട്ടിക്കൊണ്ട് പോകുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾ കേൾക്കുന്നതിന് ജസ്റ്റ് ദിവസങ്ങൾക്ക് മുൻപ് വിശുദ്ധ നാട്ടിൽ ടോർച്ചോട്ടൂർ കുടുംബം ഞങ്ങൾ ഏകദേശം 146ഓളം പേർ ഒരുമിച്ച് മറുരൂപ മലയുടെ താഴ്വരയിൽ നിന്നു. വളരെ കീഴ്ക്കാം തുക്കായി നിൽക്കുന്നതായ ഒരു മലയത്രേ മറുരൂപ മല. 9 ശിഷ്യന്മാരെ കർത്താവ് യേശു താഴെ നിർത്തി. ആ 9 ശിഷ്യന്മാരെ താഴെ നിർത്തിയിട്ട് 3 പേരെ മാത്രം വിളിച്ചു. പത്രോസെ, യാക്കോബെ, യോഹന്നാനെ, നിങ്ങൾ മാത്രം നമുക്ക് ഈ മല കയറാം. ജീവിതത്തിന് മുൻപിൽ നിങ്ങളുടെ കഠിനമായ ശോധനകൾ ഉള്ളതായ മലകൾ കയറുവാൻ ചിലപ്പോൾ കർത്താവ് നിങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കാം.
നിങ്ങൾക്ക് ഉറ്റ മിത്രങ്ങളായി ആരാണോ നിങ്ങളോട് കൂടെയുള്ളത്, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഏത് ശോധനയുടെ പ്രശ്നത്തിലും ആ മല കയറാൻ അവർ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യേശു പറയുന്നു, എനിക്ക് ഈ മല കയറണം. അപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനെ വിളിച്ചപ്പോൾ അവരതാ പുറപ്പെട്ടു. യേശുവിന്റെ വിളി കേട്ട് അവർ മുന്നോട്ട് പോകുന്നു. അവർ മുന്നോട്ട് പോകുമ്പോൾ അവർ ഇവണ്ണം ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, ആ അന്ത്രയോസിന്, ആ മത്തായിക്ക്, നഥനയേലിന് ഇവർക്കാർക്കും ഈ മലകയറ്റത്തിന്റെ വ്യഥയില്ല, ഞങ്ങൾക്ക് മാത്രമത്രേ ഉള്ളത്. മറ്റാർക്കുമില്ലാത്തതായ കണ്ണുനീർ, മറ്റാർക്കുമില്ലാത്ത വേദന, മറ്റാർക്കുമില്ലാത്ത നിന്ദയും പരിഹാസവും നഷ്ടവും ഒക്കെ സഹിച്ച് യേശു കർത്താവിന്റെ പിന്നാലെ മല കയറുന്നവരെ, ഇന്ന് പകൽക്കാലം സ്ലോ ഡൗൺ ചെയ്യല്ലേ, നിങ്ങളുടെ വേഗത കുറയല്ലേ, നിങ്ങളുടെ മൂർച്ചകൾ നഷ്ടപ്പെടല്ലേ. കാര്യം നന്നായി മല കയറിക്കോ. വേറെ ആർക്കും ഇല്ലാത്തതായ ആ ചെങ്കുത്തായി കിടക്കുന്ന, ആ കീഴ്ക്കാം ദുഃഖായി കിടക്കുന്നതായ ആ മല നിങ്ങൾ കയറുമ്പോൾ, വേറെ ആർക്കും ഇല്ലാത്ത വ്യഥയിൽ നിങ്ങൾ മുന്നേറുമ്പോൾ മനസ്സിലാക്കണമേ, മറ്റാർക്കും ഇല്ലാത്തതായ മഹത്വവും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കത്രയെ വച്ചിരിക്കുന്നത്. കാരണം ആ മലയുടെ മുകളിൽ അവർ എത്തുമ്പോൾ അവർ കാണുന്നു പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ജംഗ്ഷൻ. പഴയ നിയമത്തിന്റെ ശക്തന്മാരായ മോശയും ഏലിയാവും ഇറങ്ങി വരുന്നു. പുതിയ നിയമത്തിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവിടെ മധ്യത്തിൽ കർത്താവ് യേശു, അതിലുപരി പിതാവായ ദൈവം ഇറങ്ങി സംസാരിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പിൻ. പിതാവായ ദൈവം അവിടെയുണ്ട്, പുത്രനായ ക്രിസ്തു അവിടെയുണ്ട്. ഓ, പഴയ നിയമത്തിലെ മോശയും ശക്തനായ പ്രവാചകനായ ഏലിയാവും അവിടെയുണ്ട്. ഇതാ പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ പുതിയൊരു ജംഗ്ഷൻ, ഒരു കൂടിച്ചേരൽ, വലിയൊരു മഹത്വം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നു. ഇന്ന് പകൽക്കാലം ആർക്കുമില്ലാത്ത വേദയും വേദനയും ഉള്ളപ്പോൾ അതിനെയെല്ലാം തള്ളി മാറ്റിയിട്ട് ഞാൻ എന്റെ യേശുവിന് വേണ്ടി നിൽക്കും, ഞാൻ എന്റെ കർത്താവിന്റെ വിളി കേൾക്കും, ഞാൻ എന്റെ ദൈവ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമെന്ന് ആരാണോ പറയുന്നത്, അതേ ആ മല കയറാതെ താഴെ ലോ ഗ്രേഡിൽ കിടക്കുന്ന മറ്റുള്ളവർക്കില്ലാത്ത വലിയ മഹത്വം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അവർ ഒരുപക്ഷെ നിങ്ങളോട് കൂടെ ആരാധിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ കൂടെ പ്രയർ ഗ്രൂപ്പിൽ ഇരിക്കുന്നവരായിരിക്കാം. പക്ഷെ മനസ്സിലാക്കണം, മറ്റാർക്കും ഇല്ലാത്തതായ ഏതോ വലിയൊരു മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് വച്ചിട്ടുണ്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അത് അനുഭവിക്കുകയുണ്ടായി. ജീവിത